എവിടെ നിന്നും ചരക്കുകൾ ലഭിക്കുന്നില്ല. ആ സമയത്താണ് 100 ഒട്ടകങ്ങളുടെ മുകളിൽ ഷാമിൽ നിന്ന് ചരക്കുകൾ കൊണ്ടുവരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ുന്നു എന്ന് വിവരമറിഞ്ഞപ്പോൾ മദീനത്തെ കച്ചവടക്കാരെല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഈ ചരക്കുകൾ മുഴുവനും ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്താൽ ആളുകളുടെ പ്രയാസങ്ങളും പട്ടിണിയും ഒക്കെ നീങ്ങി കിട്ടുമല്ലോ, എല്ലാവർക്കും കച്ചവടം ചെയ്ത് ചരക്കുകൾ വിറ്റഴിച്ച് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആളുകളോട്, കച്ചവടക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചരക്ക് വിൽക്കാം, പക്ഷേ എനിക്ക് നല്ല ലാഭം വേണം. നിങ്ങൾക്ക് എത്രയാണ് ലാഭം വേണ്ടത്? ഇരട്ടി മതിയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോരാ, ഇരട്ടി വന്നതുകൊണ്ടൊന്നും ഞാൻ ഈ ചരക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പോകുന്നില്ല, എന്നാൽ ഡബിൾ തരാം, ട്രിപ്പിൾ തരാം. അങ്ങനെ പറഞ്ഞു പലതും കയറ്റി പറഞ്ഞു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉദ്ദേശിച്ച വിലയായിട്ടില്ല, ഇതിലും കൂടുതൽ പറഞ്ഞു പോയിട്ടുണ്ട്, ഇതിലും കൂടുതൽ തരാമെന്ന് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വിൽക്കാൻ നിർവാഹമില്ല. ഇതിലും ഒരു വില പറയാൻ മാത്രം ഇവിടെ കച്ചവടക്കാരൻ ആരാ മദീനത്തുള്ളത്? മദീനത്തെ കച്ചവടക്കാരല്ലേ ഈ കാണുന്ന ആളുകളെല്ലാം. ഞങ്ങളല്ലാതെ വേറെ ആരാണ് കച്ചവടക്കാര് നിങ്ങളോട് വില പറഞ്ഞത്? അപ്പോഴാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹു തആല ഓരോന്നിനും 10 പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ ഹാദിഹി സദഖത്തുൻ ലിഅഹ്ലിൽ മദീന. മദീനക്കാർക്ക് ഇത് മുഴുവനും ദാനമാണ്. മദീനക്കാരുടെ വീടുകളിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാത്തത് കാലങ്ങളായി, ദിവസങ്ങളായി. അതുകൊണ്ട് അവർക്ക് മുഴുവനും ഇത് ദാനമാണ്, സ്വതക്കയാണ്. ഒരു ദീനാറും വേണ്ട, ദിർഹമും വേണ്ട, ഇത് മദീനക്കാർക്ക് എടുത്തുകൊള്ളാം. ആ നിലക്ക് കച്ചവടക്കാരെ വളർത്തിയെടുത്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.